ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും, ഈ ഭൂഖണ്ഡത്തിലുള്ള എല്ലാ മനുഷ്യരെയും, സർവ ജീവജാലങ്ങളെയും മനസ്സാ സ്മരിച്ചുകൊണ്ട് ലോകത്തിലുള്ള ഈശ്വരീയമായിട്ടുള്ള സർവ ചൈതന്യങ്ങളെയും സ്മരിച്ചുകൊണ്ട്, ദേവതകളെ സ്മരിച്ചുകൊണ്ട്, അഷ്ടവസുക്കളെയും അഷ്ടദിക്പാലകന്മാരെയും അഷ്ടൈശ്വര്യമൂർത്തികളെയും ദേവീദേവന്മാരെയും ജ്ഞാനേശ്വരന്മാരെയും ബ്രഹ്മേശ്വരന്മാരെയും സദാനന്ദ സ്വരൂപന്മാരെയും ആത്മീയാചാര്യന്മാരെയും ഗുരു കാരണവന്മാരെയും ധർമ്മദൈവങ്ങളെയും പിതാമഹന്മാരെയും പൂർവികരെയും ഗുരുവിൻ്റെ ഗുരുവായ നെല്ലച്ഛനെയും സ്മരിച്ചുകൊണ്ട് ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബപരമായും കുലപരമായും വംശപരമായും ഗോത്രപരമായും ജന്മപരമായും ജന്മജന്മാന്തരപരമായും ഈ ജന്മപരമായും തറവാടുപരമായും മാതാപിതാപരമായും നിലകൊള്ളുന്ന സർവ്വ ചൈതന്യങ്ങളെയും മനസ്സാ സ്മരിച്ചുകൊണ്ട്, ലോകത്തെ സ്മരിച്ചുകൊണ്ട് മഹാദേവിയെ സ്മരിച്ചുകൊണ്ട് തുടരുന്നു. ശരീരമാകുന്ന വാഹനവും മനസ്സാകുന്ന യജമാനനും അല്ലെങ്കിൽ മുതലാളിയും, ആ വാഹനം നയിക്കുന്ന ഡ്രൈവറും, വാഹനമോടിക്കുന്ന ഡ്രൈവർ ആത്മാവുമാകുന്നു. യുക്തിബോധവും വ്യക്തിബോധവും എന്നുള്ള രണ്ട് തലങ്ങളും ഇതിൽ ഭാഗവത്താവുന്നു. ഇന്നലെ ചില സാങ്കേതികപരമായിട്ടുള്ള തടസ്സങ്ങൾ മൂലം വീഡിയോ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ്, മുഴുമിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു, ക്ഷമ ചോദിക്കുന്നു. ഇന്നലെ പറഞ്ഞു വന്നിരുന്ന വാക്കുകൾ പറയുന്നതിനിടയിൽ കട്ടായിപ്പോയി. സാരമില്ല, അതൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പറയുമ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കും പലതും. അത് തിരുത്തണം, പോരായ്മകൾ തിരുത്തണം, പോരായ്മകൾ കണ്ടറിയണം. ഒരുപാട് വീഡിയോകൾ ആത്മോല്ലാസ് എന്ന ചാനലിലൂടെ ചെയ്തിട്ടുണ്ട്. ആരൊക്കെയോ കണ്ടു, ആരൊക്കെയോ കണ്ടില്ല എന്നൊന്നും അറിയുന്നില്ല. ഏതായാലും 30,000 ആളോളം കണ്ടിട്ടുണ്ട്. അതിലെത്രത്തോളം പേര് ഇത് കേട്ടിട്ടുണ്ട് എന്നറിയില്ല. ഏകദേശം ഒരു 68ഓളം സബ്സ്ക്രൈബർമാരുണ്ട്. ഇത്രത്തോളം ആളുകളുണ്ടായിട്ട് സബ്സ്ക്രൈബർമാരായിട്ട് ഇത്തരത്തിലുള്ള കുറഞ്ഞ പക്ഷം ആളുകളെ ഈ വീഡിയോ ഏറ്റെടുത്തിട്ടുള്ളൂ. ആരെയും നിർബന്ധിക്കുന്നില്ല. താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, ഫോളോ ചെയ്യാം, എല്ലാം കേൾക്കാം. താല്പര്യമുള്ളവർക്ക് കേൾക്കാം. ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ വാക്കുകളിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ തിരുത്താൻ വേണ്ടി സഹായിക്കണം, വിവരങ്ങൾ അറിയിക്കണം. മലയാളത്തിലുള്ള വിവരങ്ങളായിരിക്കട്ടെ. ഇംഗ്ലീഷിലാവുമ്പോൾ ഒരുപാട് മനസ്സിലാക്കാനുള്ള പ്രയാസമുണ്ടായതുകൊണ്ട് അല്പം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് മലയാളത്തിൽ അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതെല്ലാം മക്കളാണ്. വീഡിയോ എടുക്കുന്നൊരു ചുമതല മാത്രമേ എനിക്കുള്ളൂ. ബാക്കി എഡിറ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നതും മക്കളാണ്. അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ടായതുകൊണ്ട് സഹകരിക്കണം.
ഏതായാലും തുടരുന്നു. വാഹനം ഓടുകയാണ്. 40 വയസ്സ് 45 വയസ്സ് കഴിഞ്ഞാൽ പിന്നീട് ഈ വാഹനം പോയിടത്തു നിന്നും പിന്നീട് തിരിച്ച് പുറകോട്ട് പോവുകയാണ്. പിന്നീട് ഈ വാഹനം യാത്ര തിരിക്കുകയാണ്. ഈ യാത്ര തിരിക്കുന്നത് തിരിച്ച് നമ്മൾ പൂർണ്ണ സ്ഥലത്ത് തന്നെ എത്തണം എന്നുള്ളതാണ് ആ വാഹനത്തിൻ്റെ കർത്തവ്യം. ആ വാഹനത്തിൻ്റെ കമ്പനി കൊടുത്തിട്ടുള്ള സന്ദർഭവും വർഷങ്ങളും സമയങ്ങളും എല്ലാം കഴിഞ്ഞൊരു ദിനം, ഒരു സമയം അത് തിരിച്ച് കമ്പനിയിൽ തന്നെ ഏൽപ്പിക്കണം എന്നുള്ളതാണ് ഡ്രൈവർക്ക് കിട്ടിയിട്ടുള്ള ചുമതല. അതുവരേക്ക് മാത്രമേ ഈ വാഹനം ഡ്രൈവർ ഓടിച്ചു കൊണ്ടിരിക്കുകയുള്ളൂ. നമ്മൾ എവിടെയെല്ലാം വിടണം എന്ന് ഡ്രൈവറോട് ആജ്ഞാപിക്കുന്നു, കൽപ്പിക്കുന്നു, അവിടെയെല്ലാം ഡ്രൈവർ നമ്മളെ കൊണ്ടെത്തിക്കപ്പെടും. വഴി നല്ലതായാലും മോശമുള്ളതായാലും. ഇവിടെ സാക്ഷിയായി മുതലാളിയായി നിലകൊള്ളുന്നത് മനസ്സാണ്. വാഹനം ഓടിക്കുന്നത് ആത്മാവാണ്, വാഹനം ശരീരവും. ചില കാര്യങ്ങൾ തിരുത്താൻ വേണ്ടി യുക്തിബോധവും വ്യക്തിബോധവും ഇതിൽ ചില സമയങ്ങളിൽ ഇടപെടലുകളും നടത്തുന്നു. മനസ്സിൻ്റെയോ മുതലാളിയുടെയോ ഡ്രൈവറുടെയോ പിന്തുണ കൊണ്ടാവാം ഇത് സംഭവിക്കുന്നത്. ഇപ്രകാരമുള്ള തിരുത്തലുകളും കാര്യപ്രാപ്തിയുള്ള വാക്കുകളും ഡ്രൈവർക്ക് മുതലാളികളുടെ ഓതിക്കൊടുക്കണമെങ്കിൽ, ചൊല്ലിക്കൊടുക്കണമെങ്കിൽ ഈ 2 തലങ്ങളിൽ നിന്നുള്ള അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ ഉപദേശനിർദ്ദേശങ്ങളും ഇതിൽ കൂടിച്ചേരുമ്പോൾ മുതലാളിയാകുന്ന യജമാനന് മനസ്സിന് അല്പമൊന്ന് കാര്യപ്രാപ്തി ഉണ്ടെന്ന് തോന്നുന്നു. ഉടനെ തന്നെ ഡ്രൈവറോട് പറയുന്നു, ശരിയാണല്ലോ, ഈ വാഹനം മദ്യഷാപ്പിലേക്കോ മയക്കുമരുന്ന് കിട്ടേണ്ടിടത്തേക്കോ പോകുന്നത് നിർത്തണം. ഇനി അങ്ങനെ ആയാൽ പറ്റൂല. കുടുംബം ഒരുപാട് പ്രയാസപ്പെടുന്നു. കിട്ടിയ പണം ഒരുപാട് വേണ്ടാത്തരത്തിലേക്കൊക്കെ ഉപയോഗിക്കുന്നു, ദൂർത്തടിക്കുന്നു. ഇനി അല്പം വെള്ളം ഞാൻ കൊണ്ടുകൊടുത്ത് ആ വെള്ളം കുട്ടികൾ തിളപ്പിച്ച് കുടിക്കട്ടെ എന്നുള്ളൊരു തോന്നൽ വരിക യുക്തിയും വ്യക്തിബോധവും മനസ്സിനോട് കൂടിച്ചേരുന്ന സന്ദർഭത്തിലാണെന്നറിയാം. ഓരോ വാക്കുകളും ഓരോരോ വിചാരങ്ങളും ഓരോരോ ചിന്തകളും നമ്മുടെ ഡ്രൈവർക്ക് വാഹനം ഓടിക്കുവാനായിക്കൊണ്ടുള്ള വാഹനം മുന്നോട്ടെടുക്കുവാനായിക്കൊണ്ടുള്ള പ്രചോദനമായി തീരുന്നു. അത് നല്ലതാണെങ്കിലും നല്ലതല്ലെങ്കിലും ഡ്രൈവർക്കൊരു കർത്തവ്യമാണുള്ളത്, യജമാനനെ അനുസരിക്കുക. യജമാനനെ അനുസരിച്ച് നല്ല വഴിയായാലും മോശപ്പെട്ട വഴിയായാലും യജമാനനെ അനുസരിച്ചുകൊണ്ട് വാഹനം ഓടിക്കുക എന്നുള്ളതാണ് ഡ്രൈവറുടെ കർത്തവ്യം. അത് നേരാവണ്ണം വാഹനം ഓടിക്കണമെങ്കിൽ നമ്മൾ മുതലാളി പറയണം, വാഹനം എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട് ഓടിക്കണം. മുന്നേ പോകുന്ന വാഹനത്തിൻ്റെ കൂടെ നമുക്ക് മുന്നേ പോകണ്ട, മുന്നേ പോകുന്ന വാഹനങ്ങൾ മുന്നേ പോകട്ടെ. തിരക്കുള്ള വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുക, അവർ മുന്നേ പോകട്ടെ. നമുക്ക് ശാന്തമായ രീതിയിലൂടെ വേണം മുന്നോട്ട് പോകുവാൻ. നമ്മളെക്കൊണ്ട് ആർക്കും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവരുത്. നല്ലൊരു വാഹനത്തിനുടമയാവണം എനിക്ക്, നല്ലൊരു വാഹനമാവണം നമ്മുടെ വാഹനം. ആ വാഹനം ഓടിക്കുന്ന നല്ലൊരു ഡ്രൈവറായി മാറണം. എൻ്റെ വാഹനം ഓടിക്കുന്ന ആ ഡ്രൈവറും മുതലാളിയും വാഹനം ഈ സമൂഹത്തിൽ നല്ലൊരു വാഹനവും ഉടമയും ഡ്രൈവറുമായി മാറണം. നമ്മൾ ആയതിനു വേണ്ടിയായിരിക്കണം നമ്മൾ പുറപ്പെടുന്നതും പുറപ്പെടേണ്ടതും. അപ്രകാരമായിരിക്കണം
നമ്മുടെ ചിന്തകളും ഇടപെടലുകളുമെല്ലാം അപ്രകാരം മുന്നോട്ട് പോകണം. എല്ലാവരും ഒരു മനുഷ്യൻ്റെ കർത്തവ്യം എന്താണെന്നറിഞ്ഞ് പ്രവർത്തിക്കണം. നമ്മൾ ഓരോരുത്തർക്കും ഉള്ളതായിട്ടുള്ള തെറ്റുകുറ്റങ്ങളും പോരായ്മകളും കണ്ടെത്തിക്കൊണ്ടത് പരിഹരിക്കണം. മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങളും പോരായ്മകളും കണ്ടെത്തുന്നതിന് പകരം അവരവരുടെ പോരായ്മകളും തെറ്റുകുറ്റങ്ങളും കണ്ടെത്തിക്കൊണ്ട് അത് തിരുത്താൻ വേണ്ടി ശ്രദ്ധിക്കണം. ഞാൻ എന്തിലൊക്കെ ഇടപെടുന്നു, എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്യുന്നു, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, അതിലെത്രത്തോളം ധർമ്മനിഷ്ഠയുണ്ട്, എത്രത്തോളം അധർമ്മനിഷ്ഠയുണ്ട്, അത് പരിശോധിക്കണം. എന്തിനും ഏതിനും മനസ്സുകൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും കർമ്മം കൊണ്ടും മനസ്സാ വാച കർമ്മണ ഇതിലേതിലൊക്കെയാണോ തൻ്റേതായിട്ടുള്ള പോരായ്മകൾ നിലകൊള്ളുന്നത് അതിലെല്ലാറ്റിലും തിരുത്തേണ്ടതുണ്ട് മനുഷ്യൻ. ഇതൊന്നും മനുഷ്യന് ചേർന്നിട്ടുള്ളതല്ല എന്ന് പറയുന്നു. ഒരുപാട് ഗുണങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ വാഹനം ഒരുപാട് ദിവസങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി ഒരു നാൾ ആ വാഹനം ആരുടെയെങ്കിലും മേലെ ഇടിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളൊരു വാഹനത്തെ ചെന്ന് ഇടിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും തരത്തിലുള്ള വസ്തുക്കളിൽ ഇടിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ലോകത്തിലെല്ലായിടത്തും പരന്ന് ഇന്നാളുടെ വാഹനം ഇന്ന സ്ഥലത്തിടിച്ച് അല്ലെങ്കിൽ ഇന്നാളുടെ ദേഹത്ത് തട്ടി അത് മാത്രമേ ആളുകൾ പറയുകയുള്ളൂ. നമ്മൾ നല്ല രീതിയിൽ പോയ ദിനത്തെക്കുറിച്ച് ആരും ഓർക്കാനുമില്ല, പറയാനും ഇല്ല. വല്ലപ്പോഴും ആരെങ്കിലുമൊക്കെ പറയും, ഇന്നാൾ ഇന്ന വാഹനം തിരക്കടില്ല, മുതലാളി ഉഷാറാണ്, ആ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ വളരെ ഉഷാറാണ്, ആ വണ്ടിയും യാത്ര ചെയ്യാൻ വളരെ ഉഷാറാണ്, ആ ഡ്രൈവർ വളരെ നല്ല രീതിയിൽ മാത്രമേ കൺട്രോൾ ചെയ്തുകൊണ്ട് മാത്രമേ ആ വാഹനം ഓടിക്കുകയുള്ളൂ, ഓവർ സ്പീഡ് ഉണ്ടാവലില്ല, നല്ല ഡ്രൈവറാണ്, പരിചയസമ്പന്നനായിട്ടുള്ള ഡ്രൈവറാണ്, വല്ലപ്പോഴും ആരെങ്കിലും പറയും. എന്നാൽ ആ വാഹനം എവിടെയെങ്കിലും തട്ടിമുട്ടിയാൽ അറിഞ്ഞവർ പറയും, ഡ്രൈവർ വെള്ളം കുടിച്ചിരുന്ന്, അല്ലെങ്കിൽ മുതലാളി വെള്ളം കുടിച്ചിരുന്നു, അല്ലെങ്കിൽ അതിൽ മദ്യപാനികൾ ഇരുന്ന് വണ്ടിയും കണ്ടിട്ടുണ്ടാവില്ല, വണ്ടി തട്ടിയതും അറിഞ്ഞിട്ടുണ്ടാവില്ല. മറ്റുള്ളവർ കേൾക്കുന്നവർ പറയും, അത് മയക്കുമരുന്നോ മദ്യമൊക്കെ കുടിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാൻ കാരണം. ഒരുപാട് കാലങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ള പുണ്യകർമ്മങ്ങൾ ഒരു നിമിഷം കൊണ്ട് ഉണ്ടാകുന്ന തെറ്റിന് മതിയാകാതെ വരുന്നു എന്ന് പറയുന്നു. ഒരുപാട് കാലം ശരി മാത്രം ചെയ്ത് മുന്നോട്ട് പോയവർ ചെറുതായിട്ടുള്ള തെറ്റുകൾ ചെയ്താൽ പോലും മുൻപേ അത്ര കാലത്തോളം ചെയ്ത ശരിയുടെ ആ ഗുണം കൊണ്ട് മറികടക്കാനാവില്ല എന്ന് പറയുന്നു. ഒരു തെറ്റ് ചെയ്താൽ പല തവണകളോ കൊണ്ടുള്ള ശരികളിലൂടെ മാത്രമേ അതിന് മറികടക്കുവാനായിക്കൊണ്ട് സാധിക്കുകയുള്ളൂ. അത്രത്തോളം വിഷയവുമായിട്ടാണ് തെറ്റും ശരിയും ദേവിയുടെ അല്ലെങ്കിൽ ഈശ്വരൻ്റെ മുമ്പിൽ കുടികൊള്ളുന്നത്. കാരണം അനുവദനീയമല്ലാത്തതാണ് തെറ്റ്. അതാര് ചെയ്താലും തെറ്റാണ്. എത്ര പുണ്യകർമ്മങ്ങൾ ചെയ്തവനായാലും ശരി, അവന് 1000 ശരി ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിലും ശരി, അവന് ഒരു ചെറിയ തെറ്റ് പോലും ചെയ്യാനുള്ള സമ്മതം ഈശ്വരൻ ആർക്കും കൊടുക്കുന്നില്ല. അപ്പോൾ ഈ 1000 ശരിയേക്കാളും ഈ തെറ്റ് അതിനെ മറികടന്ന് മുൻപന്തിയിൽ നിൽക്കുന്നു. എൻ്റെ അനുവാദമില്ലാതെ
നീ എന്തിനു വന്നു? എവിടെയെങ്കിലും നമ്മൾ ഓഫീസിലൊക്കെ കയറി ചെല്ലുമ്പോൾ ആ ഓഫീസിലുള്ള ഓഫീസറുമായിട്ട് നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് കയറി ചെല്ലുമ്പോൾ കുറച്ച് ചില നിബന്ധനകളുണ്ട്. പെട്ടെന്ന് വാതിൽ തുറന്നിട്ട് ആണ്ട് കയറി ചെല്ലുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല. എന്ന സ്ഥാനത്ത് നമ്മൾ ആദ്യം ക്ലാസ്സിൻ്റെ കൂട്ടിൽ കാണാം നമ്മൾ. അല്ലെങ്കിൽ ഗ്ലാസ് ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ വാതിലിനവിടെ ബെല്ലുണ്ടാവും, ആ ബെല്ലടിക്കണം. അല്ലെങ്കിൽ പുറത്ത് ആളുണ്ടാവും, ആളോട് ചോദിക്കണം ഇന്നയാളെ കാണാൻ പറ്റുമോ. ബെല്ലടിച്ചിട്ട് വേണം, അല്ലെങ്കിൽ അതിനുള്ളിൽ വേറെ ആളുണ്ടാവും. ഇതൊക്കെ അറിഞ്ഞ് ക്ഷമിച്ച് നിന്നിട്ട് മാത്രമേ അതിന് കയറാൻ പറ്റൂല എന്നുള്ള അദ്ദേഹം സ്വീകരിക്കുമോ നമ്മൾ കയറി ചെല്ലുന്നത്. ഇതറിഞ്ഞുകൊണ്ട് മാത്രമേ നമുക്ക് ഓഫീസർമാരുടെ മുമ്പിലേക്ക് കയറി ചെല്ലാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ആരോട് ചോദിച്ചിട്ട് ഇങ്ങോട്ട് കയറി നമ്മൾ ചെല്ലുന്ന വിഷയങ്ങൾ എന്താണ്, അതിനനുസരിച്ചായിരിക്കും പ്രതികരണം ഉണ്ടാവുക. എന്ന് പറഞ്ഞ പോലെ അവിടെ ഒരു ചെറിയ തെറ്റ് പോലും സ്വീകാര്യതമല്ല. ഏത് മതം ചെയ്താലും, ജാതി ചെയ്താലും, വർഗവും വർണ്ണവും ആര് ചെയ്താലും ശരി സ്വീകാര്യമല്ല. പലരും പറയുന്നുണ്ട് അങ്ങനെ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് പുണ്യം കിട്ടും, ആ ആളെ കൊന്നാൽ അല്ലെങ്കിൽ ഇന്ന ഇതിനെ കൊന്നു കഴിഞ്ഞാൽ പുണ്യം കിട്ടും, സ്വർഗം കിട്ടും. അങ്ങനെയൊക്കെ ആരെങ്കിലും മതം പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആ മതത്തിൽ നിന്ന് പോകണമെന്നല്ല പറയണം. ആ മതം പറഞ്ഞിട്ടുള്ള വാക്കുകളെ നിരാകരിക്കണം, തള്ളിക്കളയണം. ആ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ ശരിയും തെറ്റും നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി തിരുത്തപ്പെടണം. എണ്ണ കത്തിക്കുന്നതിനെ പറ്റി പറഞ്ഞു. മറ്റുള്ള ചന്ദനത്തിരി മുതലായവ കത്തിക്കുന്നതിനെ പറ്റി പറഞ്ഞു. എണ്ണയും ചന്ദനത്തിരിയൊക്കെ കത്തിക്കുന്നതിൽ ശാസ്ത്രീയപരമായിട്ടുള്ള വശങ്ങളുണ്ടെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നു. നല്ലെണ്ണ മാത്രം ഈശ്വരീയമായിട്ടുള്ള ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. നല്ലെണ്ണ എന്ന് പേര് ഉള്ളത് നല്ലെണ്ണയല്ല, അത് വല്ല എണ്ണയുമാവും. നമ്മൾ വിശ്വാസപ്പെട്ടറിയുന്ന മില്ലുകളിൽ പോയിട്ട്, ആട്ടുന്ന മില്ലുകളിൽ പോയിട്ട് നമുക്ക് ഒരുപാട് വിശ്വസ്തതയുള്ള മില്ലുകളിൽ ചെന്ന് എണ്ണ വാങ്ങുകയോ, ഇല്ലെങ്കിൽ ഈശ്വരീയമായിട്ടുള്ള ആരാധനയ്ക്കാണ് ചെയ്യുന്നത്, വൈകുന്നേരം ദീപാരാധന സമയത്ത് ദീപം തെളിയിക്കുവാനാണ് ഞാൻ ഇത് ചെയ്യുന്നതെന്ന് ധാരണയോട് കൂടി നല്ല എണ്ണ, വെള്ളാട്ടിയ എണ്ണ എവിടെ നിന്ന് കിട്ടും? മായം ചേർക്കാത്തത്. അതിനൊരൽപ്പം ആ സന്ധ്യാസമയത്ത് നമ്മൾ തെളിയിക്കുമ്പോൾ നമ്മുടെ വായു ശുദ്ധീകരിക്കുന്നു. വീടിനകത്തും പരിസരത്തുമുള്ള വായു ശുദ്ധീകരിക്കുന്നു. ഈ എണ്ണ കത്തുന്നതിലുള്ള അതിൻ്റെ ഗുണം ആ വീട്ടിനകത്തും പരിസരത്തും നിലകൊള്ളുന്നു. നമ്മൾ വാതിലടയ്ക്കുന്നതിന് മുമ്പ് നമ്മുടെ വീടിനകത്തും പരിസരത്തും മലിനീകരണമായിട്ടുള്ള വായുവിനെ സംരക്ഷിച്ചുകൊണ്ട് കാത്തു സൂക്ഷിക്കുന്നു. അപ്രകാരമുള്ള ഒരാരാധന, ഇതെല്ലാം ശാസ്ത്രീയപരമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്, സയൻസുപരമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. വെള്ളാട്ടിയ എണ്ണ കത്തുമ്പോൾ ഉണ്ടാകുന്ന ഗുണം, വായുവിനുള്ള ഗുണം. ആയതുപോലെ തന്നെ നല്ല പശുവിൻ്റെ നെയ്യ് ഇതുപോലെയുള്ള ഇതിലേറെ ഗുണമുള്ളതായി തീരുന്നു. പക്ഷേ നല്ല പശുവിൻ്റെ നെയ്യ് കിട്ടണമെങ്കിൽ 100 എണ്ണയ്ക്ക് ചിലപ്പോൾ 100 രൂപ കൊടുത്താലും നല്ലത് കിട്ടുമോ എന്നറിയില്ല. അപ്പം അതൊന്നും നമുക്ക് സ്ഥിരം കത്തിക്കുവാനായിക്കൊണ്ട് സാധ്യമല്ല. ഇപ്പോൾ തന്നെ ഏകദേശം 500 എണ്ണയ്ക്ക്
ഏകദേശം 1 ലിറ്റർ എണ്ണയ്ക്ക് ഇപ്പോൾ ഒന്ന് വിപണിയിൽ കിട്ടുന്നത് മില്ലിൽ നിന്ന് വാങ്ങുന്ന എണ്ണ 540 അങ്ങനെ എന്തൊരു വിലയാണിപ്പോൾ 1 ലിറ്റർ എണ്ണയ്ക്ക്. ഇപ്പോൾ മില്ലിൽ നിന്ന് വാങ്ങിയ എണ്ണയ്ക്ക് അത്രയും തോന്നി പുറത്ത് വാങ്ങിയത്. അതിനും കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യാം. $460 440 അങ്ങനെ എന്തോ ആണ്. ഏതായാലും ചെറിയൊരു വ്യത്യാസത്തിലാണിപ്പോൾ 1 ലിറ്റർ എണ്ണ വാങ്ങി. എന്നാൽ അത് 300-നും 250-നൊക്കെ ഇവിടെ പുറത്ത് നല്ലെണ്ണ എന്ന് പറഞ്ഞ് നല്ല സ്വർണത്തിൻ്റെ കളറുള്ളത് സ്വർണ്ണ എണ്ണ, നല്ലെണ്ണ, ഒരുപാട് എണ്ണകൾ. ഞാൻ എണ്ണൻ്റെ കമ്പനിക്കാരെ കുറ്റപ്പെടുത്തില്ല, അതിലുള്ള ദൂഷ്യവശങ്ങൾ പറയുക. ഒരു 1000 വീടുകളിൽ സന്ധ്യാസമയത്ത് തൊട്ടടുത്തുള്ള വീടുകളിൽ ഒരു 5 മിനിറ്റാണ് എണ്ണത്തിരി കത്തുന്നതെങ്കിൽ അതെല്ലാം വേണ്ടാത്തതായിട്ടുള്ള എണ്ണയാണെങ്കിൽ, ദോഷകരമായിട്ടുള്ള എണ്ണയാണെങ്കിൽ ആ പരിസരത്തുള്ള മുഴുവൻ വായുവും മലിനമായി ആ വീടിനകത്തും പരിസരത്തും മുഴുവൻ കെട്ടിക്കിടക്കും, നിലകൊള്ളും എന്ന് പറയുന്നു. ഒരുപാട് സമയം എണ്ണ ഈ തിരി കത്തുമ്പോൾ വേണ്ടാത്തതായിട്ടുള്ള, പറ്റാത്തതായിട്ടുള്ള, ദോഷകരമായിട്ടുള്ള എണ്ണ കത്തുമ്പോൾ ഒരുപാട് പ്രയാസം ആ പരിസരത്തും പരിസര പ്രദേശത്തും നിലകൊള്ളുന്നു. എന്തുകൊണ്ട്? അവരവരുടെ അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അടുത്ത വീഡിയോയിൽ തുടരാം.